നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1034th day. Today 42nd sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1034 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. യഥാ ക്രീഡോപസ്കാരാണാം. ഓം കൃഷ്ണായ നമഃ. യഥാ ക്രീഡോപസ്കരാണാം സംയോഗവിഗമാവിഹ ഇച്ഛയാ ക്രീഡിതുസ്യാത്യാം സ്യാദാം തദേവേശേച്ഛയാ നൃണാം. ഓം ശ്രീകൃഷ്ണായ നമഃ. യഥാ ക്രീഡോപസ്കരാണാം സംയോഗവിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തദേവേശേച്ഛയാ നൃണാം. ഓം തത്സത്. പാദം പിരിക്കേണ്ടത് യഥാ ക്രീഡാ ഉപസ്കരാണാം. ക്രീഡോപസ്കരാണാം എന്നുള്ള ക്രീഡാ ഉപസ്കരാണാം ഒരുമിച്ച്. ക്രീഡോപസ്കരാണാം സംയോഗ വിഗമൗ ഇഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തദൈവ ഇച്ഛയാ നൃണാം. അതായത് ക്രീഡിതു കളിക്കുന്നവൻ്റെ ഇച്ഛയാ ഇച്ഛ കൊണ്ട് ഇഹ ഇവിടെ ക്രീഡോപസ്കരാണാം കളിപ്പോക്കുകളുടെ സംയോഗ വിഗമോ യഥാ സംയോഗവും വിയോഗവും ഏതുവിധമോ തഥാ ഏവ അപ്രകാരം തന്നെ ഈശേച്ഛയ ഈശ്വരേച്ഛ കൊണ്ട് നൃണാം മനുഷ്യരുടെയും സ്യാദാം ഭവിക്കും. അതായത് കളിക്കോപ്പ് കൊണ്ട് കളിക്കുന്ന കുട്ടികളൊക്കെ ഓരോന്നെടുക്കും, പിന്നെ അത് ചേർത്ത് വെക്കും, പിന്നീട് അത് മാറ്റും. അവർക്ക് തോന്നുന്നത് മാതിരി അവർ ഓരോ സാധനം എടുക്കുകയും വലിച്ചെറിയുകയും നോക്കുകയും ചേർത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്രകാരം തന്നെ ഭഗവാൻ മനുഷ്യർക്ക് ഉണ്ടാകുന്ന മനുഷ്യർക്ക് തമ്മിൽ വിയോഗവും സംയോഗവും ചേർച്ചയും പിരിയലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന കളി നടത്തുകയാണ്. അതായത് അത് ഭഗവാന്റെ ഇച്ഛ പോലെ ഭഗവാന് എന്ത് ചേർക്കാൻ തോന്നുന്നുവോ എപ്പോൾ ചേർക്കാൻ തോന്നുന്നുവോ അപ്പോൾ ചേർക്കുകയും എപ്പോൾ പിരിക്കാൻ തോന്നുന്നുവോ അപ്പോൾ പിരിക്കുകയും ചെയ്യും. എല്ലാം ആ ഭഗവാന്റെ ഇച്ഛ മാത്രമാണ്. കുട്ടികൾ കളിപ്പോക്കുകൾ കൊണ്ട് കളിക്കുന്നത് പോലെ കളിക്കുന്നവൻ്റെ ഇച്ഛ പോലെ ചേർക്കുകയും വിയോഗം ചെയ്യുകയും ചെയ്യുന്നതുമാതിരി ഭഗവാൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും ചേർക്കുകയും പിരിക്കുകയും ഒക്കെ ചെയ്ത് കളി നടത്തുന്നു. ഭഗവാന്റെ ഇച്ഛ പോലെ എല്ലാം സംഭവിക്കുന്നു എന്ന് പറയുകയാണ്. എല്ലാം ഭഗവത് ഇച്ഛയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. ഒന്നും ആരുടെയും കൈകളിൽ അല്ല. ആർക്കും ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. എല്ലാം ഭഗവാന്റെ ഇഷ്ടമാണ്. അതിനുദാഹരണമായിട്ട് കളിക്കുന്നവൻ്റെ ഇഷ്ടം പോലെ ചേർക്കുകയും പിരിക്കുകയും ചെയ്യുന്നത് പോലെ ഭഗവാന്റെ ഇഷ്ടം പോലെ ഭഗവാൻ ചേർക്കുകയും പിരിക്കുകയും ചെയ്യുന്നു. എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഭഗവാൻ ചൈതന്യത്തിൻ്റെ ഇച്ഛ പോലെ നടക്കും എന്ന് പറയുകയാണ് നാരദർ ധർമ്മപുത്രരോട്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നടന്ന കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് കുറേ തത്വങ്ങൾ പറഞ്ഞ് മനസ്സിനെ ഒന്ന് പദമാക്കിയിട്ട് സത്യം പറയാം എന്ന് കരുതിയിട്ട്
ധർമ്മപുത്രർക്ക് മനധൈര്യം ഉണ്ടാക്കുവാൻ വേണ്ടി നാരദർ ഉപദേശങ്ങൾ നൽകുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. യഥാ ക്രീഡോപസ്കരാണാം സംയോഗവിഗമാവിഹ ഇച്ഛയാ ക്രീഡിതുസ്യാദാം തദേവേശേച്ഛയാ നൃണാം. നൃണാം രാജാവേ, അല്ലയോ മനുഷ്യർ, നൃണാം മനുഷ്യരുടെ, ഇവിടെ നൃണാം എന്ന് പറയുന്നത് മനുഷ്യർ, സ്യാദാം ഭവിക്കും, മനുഷ്യർക്ക് ഭവിക്കും, ഭഗവാന്റെ ഇച്ഛപ്രകാരം എല്ലാം ഭവിക്കും എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.